2021 സീറ്റ 45,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർ. ഓക്കെ, ടോപ്പിൻ്റെ താഴെ വരുന്ന ഓപ്ഷനാണ്. ഇതിൽ തന്നെ പുഷ്പട്ടൻ അലോയ്സ്, പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, അങ്ങനത്തെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരും. ഇതിന് 22 മോഡൽ 52,000 കിലോമീറ്റർ ഓടിയ HTK+ മിഡിൽ ഓപ്ഷൻ ഡീസൽ മാനുവൽ സെൽറ്റോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 38,000 23 ഡെൽറ്റയാണ്. ഡെൽറ്റ എന്ന് വെച്ചാൽ സെക്കൻഡ് ഓപ്ഷനാണ്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഡെൽറ്റ തന്നെ ഉണ്ടാവും. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരും, ഷെയറിംഗ് കൺട്രോൾസ് ഉണ്ടാവും, മിറർ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും, പുഷ്പട്ടം സ്റ്റാർട്ട് വരും. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് കണ്ണൂർ തളിപ്പറമ്പയാണ്. തളിപ്പറമ്പ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയ ഒരു ഷോറൂം. ആദ്യമായിട്ടെന്ന് വെച്ചാൽ ഈ ഷോറൂം നമ്മൾ ആദ്യമായിട്ടാണ് പരിചയപ്പെടുത്തിയത്. KTK കാസ്. സ്വാഗതം ചെയ്യാം ഷഫീർ ഭായിനെ. സ്വാഗതം. ഓണറാണ്. നമ്മളിപ്പോൾ ചെയ്തിട്ട് ഒരു 10 മാസം അങ്ങനെ ആയി. ഏകദേശം 10 മാസത്തോളായി നമ്മൾ ചെയ്തിട്ട്. തീർച്ചയായിട്ടും. അന്ന് എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ റെസ്പോൺസ്? അന്ന് നല്ല എൻക്വയറി ഉണ്ട്. നമ്മൾ അന്നിട്ട് സ്റ്റോക്കിനെ പറ്റി ഇപ്പോഴും വിളിച്ച ആൾക്കാർ എൻക്വയറി ചെയ്യാറുണ്ട്. റോക്സ് നമ്മൾ ആദ്യമായിട്ട് കാണിച്ചല്ലേ? ഓക്കെ, അപ്പോൾ ഇത് തളിപ്പറമ്പ് ടൗണിൽ നിന്ന് എത്ര? ഒരു 200 മീറ്റർ. ടൗൺ കുറച്ച് അങ്ങോട്ടല്ലേ? അതെ, ബസ് സ്റ്റാൻഡ് അങ്ങോട്ട്. ഓക്കെ. അപ്പോൾ കണ്ണൂരിൽ നിന്ന് വരുന്ന വഴിക്ക് ടൗൺ എത്തുന്നതിന് മുന്നേ ആയിട്ടാണ് ലൊക്കേഷൻ വരുന്നത്. ഹൈവേ സൈഡിൽ തന്നെ KTK കാസ്. അപ്പോൾ സ്റ്റോക്ക് എങ്ങനത്തെയാ? മൊത്തം കോമ്പാക്ട് SUV മിക്സ്ഡ് എല്ലാം മിക്സ് ആയിട്ട്. അന്ന് നമ്മൾ ഒരു ഓട്ടോമാറ്റിക് കൂടുതലാണെന്നുള്ള ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ, ഡീസൽ, പെട്രോൾ എല്ലാം ഉണ്ട്. എന്തായാലും കണ്ടു നോക്കാൻ നല്ല വണ്ടികൾ തന്നെയാണ് അല്ലേ? ക്വാളിറ്റി കോംപ്രമൈസ് ഇല്ലല്ലോ. അന്ന് പറഞ്ഞ പോലെ തന്നെ കോംപ്രമൈസ് ക്വാളിറ്റി ഇല്ല. ഓക്കെ. എന്തായാലും കണ്ടു നോക്കാം. കോമ്പാക്ട് SUV ഉണ്ട്, സെഡാൻ കാറ്റഗറി ഉണ്ട് ഫ്രണ്ടിൽ തന്നെ. എല്ലാ സെഗ്മെന്റും കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് സ്വിഫ്റ്റ് ഉണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ബാക്കി ഓരോന്നിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം അല്ലേ? ആദ്യ വാഹനം കിയയുടെ സെൽറ്റോസ് X-Line ആണ്. KL13 അല്ലേ? KL13 വരുന്നത് ഫാൻസി നമ്പറുള്ള വണ്ടി. ഏറ്റവും ടോപ്പിൻ്റെ വണ്ടി. GT ലൈനിന് മുകളിൽ വരുന്ന ഒരു സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ? 2021-22 രജിസ്ട്രേഷൻ, ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ, സിംഗിൾ ഓണറാണ്. 52,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെന്യൂൻ സർവീസ് 53,000 ഇപ്പോൾ സർവീസ് ചെയ്തു. അതായത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. വലിയ ഓട്ടം പോയിട്ടില്ല ഈ ഒരു വർഷം സംബന്ധിച്ച്. 21 മോഡൽ 22 രജിസ്ട്രേഷൻ. X-Line എന്ന് വെച്ചാൽ GT ലൈനിൻ്റെ മേലെ പ്രൈസ് വരുന്ന വാഹനമാണ്. സ്പെഷ്യലായിട്ട് ഇറക്കിയതാണ്. അപ്പോൾ നിങ്ങൾ പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ GT ലൈനിൻ്റെ പ്രൈസ് ആയിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയും ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനമാണ്. ഡീസൽ ഓട്ടോമാറ്റിക്. മൈലേജ് ഉണ്ടാവും. ഒരു 16-18 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ക്ലെയിമോ കാര്യങ്ങളോ ഉണ്ടോ? ക്ലെയിം കാര്യമില്ല, കാര്യമായിട്ട് മേജറായിട്ട് ഒന്നുമില്ല. ഒരു ഹെഡ്ലൈറ്റ് മാത്രം മാറിയിട്ട് വേറെ ഒന്നുമില്ല. ഹെഡ്ലൈറ്റ് മാത്രം. കമ്പനി ഹിസ്റ്ററി കമ്പനി ഹിസ്റ്ററി. എത്ര ചോദ്യത്തിൻ്റെ? ഇതിന് 15-30. 15,30,000. അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം എത്ര ഉണ്ടായിരുന്നു? എനിക്കൊന്ന് ഇപ്പോൾ തന്നെ 24 മുകളിലുണ്ടെന്നൊരു. അന്നും ഏകദേശം അത്ര തന്നെ ഉണ്ട്. അതിന് കൂടിയ ചാൻസ് ഉള്ളൂ അല്ലേ? അതെ, അതിനിടയ്ക്ക് GST കുറഞ്ഞു വന്നു. ഓക്കെ, അപ്പോൾ ലോൺ എത്ര കിട്ടും? ഒരു 14,500 വരെയൊക്കെ ചാൻസ് ഉണ്ടോ? ഇതിന് ഫുള്ള് ലോൺ കിട്ടും. ഫുള്ളും കിട്ടും. ഓക്കെ, ഫുൾ എമൗണ്ട് ലോണിൽ X-Line സെൽറ്റോസ് ഡീസൽ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് പോകും. ഓക്കെ, താല്പര്യമുണ്ടോ വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഒരു സെൽറ്റോസ് തന്നെ. KL86 പയ്യന്നൂർ, കണ്ണൂർ ജില്ല തന്നെയാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 HTK+ ഡീസൽ മാനുവൽ. മിഡിൽ ഓപ്ഷൻ ഡീസൽ മാനുവൽ ആണ്. ഇതിനാകുമ്പോൾ 18-20 റേഞ്ച് മൈലേജ് കിട്ടും. പിന്നെ ഓട്ടോ എത്ര പോയി? ഓട്ടം 53,000 കിലോമീറ്റർ ഓടിയിട്ട് സിംഗിൾ ഓണർ. ഇതിനകത്തുള്ള എല്ലാ വണ്ടികളും കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടികൾ തന്നെയാണ്. ഓക്കെ, കമ്പനി ഹിസ്റ്ററി പ്രത്യേകിച്ച് ചോദിക്കണമെന്നില്ല. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അവരുടെ കയ്യിലേക്ക് കൊടുക്കാൻ പറ്റില്ല. അതെ, ഞങ്ങൾ കസ്റ്റമറേക്ക് ഒരു 90% ഡീൽ ഓക്കെ ആണെങ്കിൽ ഹിസ്റ്ററി PDF ആയിട്ട് അയച്ചു തരാം. PDF ആയിട്ട് തന്നെ അയച്ചു തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കോൺടാക്ട് ചെയ്യാം. ഇത് ഡീസൽ മാനുവൽ വണ്ടിയാണ്. അപ്പോൾ മാനുവൽ ഓടിക്കാൻ താല്പര്യമുള്ളവർക്കും മൈലേജ് വേണമെന്നുള്ളവർക്കും രണ്ടും കൂട്ടി എടുക്കാൻ പറ്റിയൊരു വണ്ടി. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, ക്ലെയിം ഇല്ല, ഒന്നുമില്ല. 22 മോഡലുണ്ട്. എത്ര ചോദ്യം? ഇതിന് 11,95,000. 11,95,000 22 മോഡൽ 52,000 കിലോമീറ്റർ ഓടിയ HTK+ മിഡിൽ ഓപ്ഷൻ ഡീസൽ മാനുവൽ സെൽറ്റോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഓൺ ചാൻസ് ഉണ്ടോ? അല്ല, എനിക്ക് ഒരു 10 lakh വരെ കിട്ടും. 10 lakh വരെ ചാൻസ് ഉണ്ട് അല്ലേ? ഓക്കെ, എന്തായാലും ഒരു ടയർസൊക്കെ പുതിയതാ? ഉണ്ട്, 4 പുത്തൻ ടയറാണ്. അടുത്തത് ഗ്രാൻഡ് വിറ്റാര KL14 കാസർഗോഡ് രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഏതാ മോഡൽ ഇത്? 2023 ഡെൽറ്റ സിംഗിൾ ഓണർ, 38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 38,000 23 ഡെൽറ്റയാണ്. ഡെൽറ്റ എന്ന് വെച്ചാൽ സെക്കൻഡ് ഓപ്ഷനാണ്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഡെൽറ്റ തന്നെ ഉണ്ടാവും. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരും, ഷെയറിംഗ് കൺട്രോൾസ് ഉണ്ടാവും, മിറർ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും, പുഷ്പട്ടം സ്റ്റാർട്ട് വരും, പിന്നെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് തോന്നുന്നു. ടോപ്പിലേക്കൊക്കെ പോവുകയാണെങ്കിൽ സൺറൂഫ് ഉണ്ടാവില്ല, അലോയ്സ് ഉണ്ടാവില്ല. ഈ ഒരു വ്യത്യാസമാണ് കാര്യമായിട്ട് വരുന്നത് അല്ലേ? ഓക്കെ, പിന്നെ ഓട്ടോ എത്ര പോയി? ഇത് 32,000. സോറി, ഇതേതാ? സ്മാർട്ട് ഹൈബ്രിഡാ? അല്ല, സ്മാർട്ട് ഹൈബ്രിഡ് വരുന്നത്. സ്മാർട്ട് ഹൈബ്രിഡ്. സ്മാർട്ട് എന്ന് പറയുമ്പോൾ ഒരു മിഡിലാണ്. അപ്പോൾ എന്ന് വെച്ചാൽ മൈലേജ് ഒരു 14-17 വരെയൊക്കെ ആ റേഞ്ചിൽ ഏകദേശം മൈലേജ് കിട്ടും.
ഇത്രയും വലിയൊരു SUV ആണ്. അതിൻ്റെ അകത്ത് 17 വരെ മൈലേജ് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? അത് തന്നെ ഒരു ഭാഗ്യമാണ്. ഓക്കെ, പിന്നെ ഇത് കഴിഞ്ഞോ, വാറണ്ടി കഴിഞ്ഞോ? 23 വണ്ടിയാണ്, 26 വരെ 2-ാം മാസം കഴിഞ്ഞു. വാറണ്ടി നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല ക്ലെയിം ഒന്നുമില്ല. ഓക്കെ, എത്ര ചോദ്യം? എത്രയാണ്? ഇതിന് 10.45 ചോദിക്കുന്നു. 10,75,000 രൂപയ്ക്ക് 23 മോഡൽ ഡെൽറ്റ 32,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അതെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. അതും സ്മാർട്ട് ഹൈബ്രിഡ്, അത്യാവശ്യം മൈലേജിൽ കൊണ്ടുനടക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് ഹോണ്ട അമേസ് ആണ്. KL 14 കാസർഗോഡ് രജിസ്ട്രേഷൻ വാഹനം തന്നെ. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 V ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക്. ഇത് 18-20 റേഞ്ചിനടുത്ത് മൈലേജ് കിട്ടുക. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. V ഓപ്ഷൻ ആണ്, അതായത് ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ അല്ല. ഓക്കെ, ഇതിൽ തന്നെ പുഷ് ബട്ടൺ അലോയ്സ് ഒക്കെ വരൂല്ലേ? വരും. ഓക്കെ, ഓട്ടോ എത്ര പോയി? ഇത് 84,000 കിലോമീറ്റർ ഓടിയുണ്ട്. 84,000, 20 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക്. അമേസ് ഓട്ടോ ഉള്ളവർ തന്നെ എടുക്കുക തീർച്ചയായിട്ടും. അതെ അല്ലേ? ഓക്കെ, അപ്പോൾ നല്ലൊരു അത്യാവശ്യം സ്പേസിൽ ഡിക്കി ഒക്കെ ആയിട്ട് അല്ലേ നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ പറ്റിയൊരു തീർച്ചയായിട്ടും സെഡാൻ കാറ്റഗറിയാണ്. എത്ര ചോദ്യം? എത്രയുണ്ട്? ഇതിന് 790. 790 2020 ഡീസൽ ഓട്ടോമാറ്റിക് V ഓപ്ഷൻ, ടോപ്പിൻ്റെ തൊട്ട് താഴെ ഓപ്ഷൻ വരുന്ന ഈ ഒരു അമേസ് നിങ്ങൾക്ക് കൊണ്ടുപോകണ്ടോ? എത്ര ലോൺ കിട്ടും? ഇതിന് ഓൾമോസ്റ്റ് ഒരു 7.5 വരെ ലോൺ കിട്ടും. 7.5 വരെ. അതെ, അപ്പോൾ ഒരു 10-40,000 രൂപ കൊണ്ട് ഇറക്കി കൊണ്ടുപോകാം അല്ലേ? നല്ല മൈലേജ് ഉള്ളൊരു അമേസിനേക്കാൾ കുറച്ചും കൂടി വലിയ കാറ്റഗറി വേണമെന്നുണ്ടെങ്കിൽ 2 സിറ്റി ഉണ്ട് ഇവിടെ. ആദ്യത്തേത് KL 1 തിരുവനന്തപുരം വണ്ടിയാണ് അല്ലേ? ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 15 SMC പെട്രോൾ ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. S ഓട്ടോമാറ്റിക് ആണ് അല്ലേ? SMT അല്ല, S ഓട്ടോമാറ്റിക് ആണ്. മിഡിൽ ഓപ്ഷൻ ഓട്ടോമാറ്റിക് 15 മോഡല്. പെട്രോൾ ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ് ആണ് വരിക. ഒരു 11 to 14, 15 വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. നോക്കി ഓടിച്ചാൽ അത്രയും കിട്ടും. കിലോമീറ്റർ എത്രയും? കിലോമീറ്റർ 48,000 കിലോമീറ്റർ. കമ്പനി സർവീസ് ഉണ്ട്. സെക്കൻഡ് ഓണറാണ്. പീരിയോഡിക്കൊക്കെ കറക്റ്റ് പ്രോപ്പർ സർവീസുള്ള വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ലോ കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. CVT ഓട്ടോമാറ്റിക്. മിഡിൽ ഓപ്ഷൻ S എന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ വരുന്ന വാഹനമാണ്. ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല. എത്ര ചോദ്യം? ഇതിന് 5,80,000 ചോദിക്കുന്നത്. 5,80,000 15 മോഡൽ ഓട്ടോമാറ്റിക് മിഡിൽ ഓപ്ഷൻ ഈ ഒരു സിറ്റി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓട്ടോമാറ്റിക് മിഡിൽ ഓപ്ഷൻ സിറ്റി 5,80,000. ഒരു 5.5 ലോൺ കിട്ടും. ഓൾമോസ്റ്റ് കിട്ടും. അത് മാക്സിമം കയറുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെന്ന് നോക്കാം. അടുത്ത ഹോണ്ട സിറ്റിയാണ്. KL 73 രജിസ്ട്രേഷൻ. ഇത് മാനുവൽ ആണല്ലേ? അതെ, പെട്രോൾ മാനുവൽ സിറ്റിയാണ്. ഇത് ഷേപ്പ് മാറി വന്ന സിറ്റിയാണ് അല്ലേ? ഏതാ മോഡൽ? 2021 V. ഓക്കെ, പെട്രോൾ മാനുവൽ. നേരത്തെ കണ്ടതിന്റെ തൊട്ട് മേലെ വരുന്ന ഓപ്ഷനാണ്. ഇത് അലോയ്സും കാര്യങ്ങളൊക്കെ വരും. റിവേഴ്സ് ക്യാമറ, അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്ന ഓപ്ഷനാണ്. 20 മോഡൽ V മാനുവൽ. ഡീസലോ പെട്രോളോ? പെട്രോൾ. ഓക്കെ, മൈലേജ് 12-15 റേഞ്ച് ഏകദേശം പ്രതീക്ഷിക്കാം. ഇതിന്റെ ഈ ഒരു ഫോഗ് ലാമ്പിന്റെ ഒരു കപ്പ് പോയിട്ടുണ്ടല്ലേ? അത് മാറ്റി കൊടുക്കാറോ? മാറ്റി കൊടുക്കല. ഇത് വേറൊരു കസ്റ്റമർക്ക് ഞങ്ങൾ സിറ്റിക്ക് മാറ്റിയിട്ട് കൊടുക്കുക. വേറൊരു ഇതുപോലെ ഉണ്ടായിരുന്നു, മിസ് ആയതുകൊണ്ട് ഡെലിവറി പോകുമ്പോൾ എടുത്തിട്ട് കൊടുക്കുക. ഓ, അങ്ങനെ. ഇത് നമുക്ക് ഓർഡർ ചെയ്ത് 145 രൂപ ആയിട്ട് വരുന്നുള്ളൂ. സോറി, ഈ 300 കൊടുത്താണ് വേറൊക്കെ അർജന്റ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇട്ടുതരും. ഓട്ടോ എത്ര പറഞ്ഞേ? 20 ഇത് 58,000 കിലോമീറ്റർ. 58,000 വലിയ ഓട്ടോ അല്ല. ഓക്കെ, എത്ര ചോദ്യം? 8,10. 8,10,000 രൂപയ്ക്ക് മാനുവൽ സിറ്റി 2020 മോഡൽ V ഓപ്ഷൻ പെട്രോൾ സിറ്റി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 7.5 വരെ ലോൺ കിട്ടും. 7.25 വരെ ലോൺ കിട്ടും. അടുത്തത് ഹ്യുണ്ടായ് വെന്യൂ KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ ആണ്, കാസർഗോഡ് ഇല്ല. ഇതേതാ മോഡൽ കാര്യങ്ങളൊക്കെ? 2020 SX പെട്രോൾ മാനുവൽ ആണ്. 20 മോഡൽ. ഒരു ഗ്രീൻ കളറാണ് കേട്ടോ. അതെ, പെട്ടെന്ന് കാണുമ്പോൾ ബ്ലാക്ക് പോലെ തോന്നും. ഗ്രീൻ ആണ്. ഓട്ടം 43,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ. SX അല്ല? ടോപ്പിന്റെ താഴെ വരുന്നത്, തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. വലിയ ഓട്ടം പോയിട്ടില്ല. 20 മോഡലിൽ. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നല്ലൊരു നീറ്റ് പെട്രോൾ വെന്യൂ ആണ്. ഒരു 11-15 അതിൻ്റെ ഇടയ്ക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. എത്രയാണ് ചോദ്യം? ഇതിന് ചോദിക്കുന്നത് 7,10,000. 7,10. 20 മോഡൽ വെന്യൂ SX പെട്രോൾ മാനുവൽ വാഹനം. ഓക്കെ, 6 വരെയൊക്കെ ലോൺ കിട്ടും. ഇതിന് 7 രൂപ ലോൺ കിട്ടും. അത്രയും കയറും. ഒരു സിവിൽ ചെക്ക് ചെയ്ത് വരുന്നല്ലേ? ശരി, ഇഷ്യൂ കൊണ്ട് നടന്നില്ല. അല്ല, ചെക്ക് ചെയ്താൽ എത്ര സ്കോർ ഉണ്ടായിരുന്നു? എങ്ങനെ? സിവിൽ ചെക്ക് ചെയ്താക്ക് എത്ര സ്കോർ ഉണ്ടായിരുന്നു? ഇല്ല, അവർക്കൊരു പ്രശ്നം കൊണ്ട് അവർ 2021 4 ലോണ് ഓൺ ടൈമിൽ അടച്ചില്ല. അതുകൊണ്ട് അത് കിട്ടാത്തതുകൊണ്ട്. അല്ലാണ്ട് വണ്ടിക്ക് കിട്ടും. 7 രൂപ വരെ കൊടുക്കാന്ന് പറഞ്ഞവർ. ഓക്കെ, അത് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. നിങ്ങളുടെ ട്രാക്കോടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. ഓക്കെ, വെന്യൂവിൻ്റെ അടുത്ത കാറ്റഗറി ഇതാ ക്രെറ്റ ഉണ്ട്. KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വണ്ടി. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2017 SX പെട്രോൾ ഓട്ടോമാറ്റിക്. അതെ, ഓക്കെ, പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. SX 2017 1.6 ലിറ്റർ എഞ്ചിനാണ് വരിക.
മൈലേജ് ഒരു 10-13 അതിൻ്റെ ഉള്ളിൽ കണ്ടാൽ മതി. പ്രതീക്ഷ കാരണം ഹെവിയാണ്, ഡ്രൈവിംഗ് അത്യാവശ്യം പ്രഷറുള്ള ഒരു വണ്ടിയാണ്. ഡ്രൈവിംഗ് പ്ലഷർ കിട്ടും. ഓക്കെ, അങ്ങനത്തെ ഒരു സെഗ്മെൻ്റ് ആണ്. അപ്പോൾ ഓട്ടോ എത്ര പോയി? 55,000 കിലോമീറ്റർ ഓടി. വളരെ ലോ കിലോമീറ്റർ ആണ്. 55,000 ആ വർഷം വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ കിലോമീറ്റർ ആണ്. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. സീറോ ക്ലെയിം വണ്ടി. സെക്കൻഡ് ഓൺഷിപ്പ്. സെക്കൻഡ് ഓൺഷിപ്പ്. ഓക്കെ, പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി, SX ഫുള്ളിൻ്റെ താഴെ വരുന്ന ഓപ്ഷൻ. എത്രയാണ് ചോദ്യം ഇതിൽ? ഇതിന് 7,95,000. 7,95,000 17 പെട്രോൾ ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ ക്രെറ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണ് ഒരു 7-7.5 വരെ കിട്ടും. മാക്സിമം ലോഡ്സ് വരും. അടുത്തത് നല്ലൊരു കിഡിൽ ആൻഡ് പെർഫോമൻസ് കാറാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടിയെടുക്കാൻ പറ്റിയ Volkswagen Taycan GT ആണിത്. KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ. ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽ? 21-22 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ. 21 മോഡൽ 22 രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ തൊട്ടിട്ട് 15 വർഷമാണ്. എല്ലാ വണ്ടിക്കും ടാക്സ് കാര്യങ്ങളൊക്കെ വരും കേട്ടോ. 73,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 73. 2026 11 മാസം വരെ വാറണ്ടി ഉണ്ട്. ഈ വർഷം നവംബർ വരെ വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനും ചാൻസ് ഉണ്ട്. വേറെ പണികളൊന്നുമില്ല, ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല ഇല്ല. ഓണർഷിപ്പ് സിംഗിളാണ്? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ കിടക്കാണ്. നിങ്ങൾ സെക്കൻഡ് ഓണറിലായാലും വാറണ്ടി ഒക്കെ എടുക്കാനും പറ്റും, ഒരു പ്രശ്നമില്ല. 1.5 DSG ഗിയർ ബോക്സ് വരുന്ന GT അല്ലേ? ഓക്കെ, എത്രയാണ് ചോദ്യം? 12,40. GT അന്ന് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ട് ഏകദേശം? എനിക്ക് തോന്നുന്നു അന്ന് നല്ല റേറ്റ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട് നല്ല റേറ്റ്, കാര്യങ്ങൾ കുറഞ്ഞിട്ടൊന്നുമില്ല. 12,40 GT കൊണ്ടുപോകാം. 1.5 DSG ഗിയർ ബോക്സ് വരുന്ന GT ആണ്. ലോൺ എത്ര കിട്ടും? ഫുൾ കിട്ടും? ഫുൾ ലോണിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു പവർഫുൾ വെഹിക്കിൾ അല്ലേ? നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു അടിപൊളി ക്രോസ് ഓവർ സെഗ്മെൻ്റ് ആണ്. S-Cross KL86 പയ്യന്നൂർ രജിസ്ട്രേഷൻ ആണ്, കണ്ണൂർ ജില്ല. ഇത് മാത്രമല്ല, ബ്രസ്സുകളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മളിപ്പോൾ തൽക്കാലം ഇത് വെച്ച് കാണിക്കുന്നത് 50-ലധികം സ്റ്റോക്ക് ഉണ്ട് വണ്ടികൾ, 50 മുകളിലുണ്ട്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2021 Zeta 45,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർ. ഓക്കെ, ടോപ്പിൻ്റെ താഴെ വരുന്ന ഓപ്ഷനാണ്. ഇതിൽ തന്നെ പുഷ്പട്ടൻ അലോയ്സ്, പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, അങ്ങനത്തെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരും. ആൽഫയിൽ ചെറിയെന്തോ മാറ്റേ ഉള്ളൂ അല്ലേ? 21 മോഡൽ. ഓട്ടോ എത്ര പോയി? 43,000. ഇത് സ്മാർട്ട് ഹൈബ്രിഡാ? സ്മാർട്ട് ഹൈബ്രിഡ്. സ്മാർട്ട്. അപ്പം മൈലേജ് ഉണ്ടോ? ഒരു 14-17 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടും. പെട്രോൾ സ്മാർട്ട് ഹൈബ്രിഡിലാണ്. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. ഓക്കെ, ഒരു മാരുതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി വണ്ടിയാണ് ഇത്. മാരുതി എനിക്ക് വളരെ റെയറായിട്ട് ഈ കാറ്റഗറിയിൽ ഇറക്കിയിട്ടുള്ളത്. അതൊരു അടിപൊളി സാധനം തന്നെയാണ് ഇത്. ഓക്കെ, എത്രയാണ് ചോദ്യം? 8,20. 8,20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 21 മോഡൽ ഈ ഒരു S-Cross കൊണ്ടുപോകാം. Zeta ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും വിളിക്കാം. അതുമാത്രമല്ല 3 ബ്രസ്സുകൾ ഇവിടെ വെയിറ്റിംഗ് ഉണ്ട്. അതുപോലെ ബലേനോ, വാഗണർ, ക്വിഡ് അങ്ങനത്തെ വണ്ടികളൊക്കെ തന്നെ ഉണ്ട്. സ്വിഫ്റ്റ് ഒക്കെ ഉണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. KTK കാസ്, കണ്ണൂർ തളിപ്പറമ്പാണ് ലൊക്കേഷൻ വരുന്നത്. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാം. പേജ് ഫോളോ ചെയ്ത് കൂടാം. നമുക്ക് ഇതുവരെ പറഞ്ഞ പ്രൈസിൽ ചെറിയ മാറ്റം നെഗോഷ്യബിളാണ്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓൺ ടൈമിൽ നമുക്ക് എന്തായാലും മാറ്റം കിട്ടും. അപ്പോൾ തൽക്കാലം നിർത്തുന്നു. താങ്ക് യു. എല്ലാവർക്കും നന്ദി.